മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ ഒരു കാരണവശാലും കേരളം അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് നമ്മുടെ സംസ്ഥാനം. ഏതാണ്ട് 130-ലധികം വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലപ്പഴക്കവും സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും ഒക്കെ ഗൗരവമുള്ള വിഷയങ്ങളായി നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന 142 അടിയുടെ മുകളിലേക്ക് പോകുവാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും അവകാശമില്ല. സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കാത്ത സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തോട് പരിപൂർണമായും വിയോജിപ്പ് കേരളമുണ്ട്. ഇപ്പോൾ തമിഴ്നാട് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ നിർദ്ദേശം സുപ്രീം കോടതിയുടെ നിലപാടിനും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് നിരക്കാത്തതാണ്. കേരളത്തിന്റെ താല്പര്യങ്ങൾ മാത്രമല്ല, ദേശീയ താല്പര്യങ്ങൾക്ക് പോലും യോജിക്കാത്ത ഈ നിലപാടിനോട് ശക്തമായ വിയോജിപ്പ് മുല്ലപ്പെരിയാർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നിലപാട് കേരള ജനതയുടെ സുരക്ഷയെ കരുതി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നത് തന്നെയാണ് കേരളത്തിന്റെ. തമിഴ്നാട് സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനം മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് വന്ന സാഹചര്യത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഉദ്യോഗസ്ഥരുടെ യോഗം ഞങ്ങൾ അടിയന്തരമായി ചേരുകയും സ്ഥിതിഗതികൾ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഞാൻ ഇതേ തുടർന്ന് ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവരോട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഇത് സംബന്ധിച്ചൊരു കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തുകയും ചെയ്തു. കേരളത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്താൻ ഒരു കാരണവശാലും കേരളം അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശം നേരത്തെ ഉള്ളതാണ്. തമിഴ്നാട് ഇതുവരെ അത് ചെയ്തിട്ടില്ല. ബേബി ഡാം ബലപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇക്കാര്യത്തിലും നടപടികൾ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 130-ലധികം വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലപ്പഴക്കവും സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും ഒക്കെ ഗൗരവമുള്ള വിഷയങ്ങളായി നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന 142 അടിയുടെ മുകളിലേക്ക് പോകുവാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും അവകാശമില്ല. സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കാത്ത സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തോട് പരിപൂർണമായും വിയോജിപ്പ് കേരളം രേഖപ്പെടുത്തുകയാണ്. മുല്ലപ്പെരിയാർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നിലപാട് കേരള ജനതയുടെ സുരക്ഷയെ കരുതി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നത് തന്നെയാണ് കേരളത്തിന്റെ നിലപാട്. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ. UDF സർക്കാരും ഇക്കാര്യത്തിൽ വ്യക്തതയോടുകൂടിയ നിലപാട് ആവർത്തിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ നിർദ്ദേശം സുപ്രീം കോടതിയുടെ നിലപാടിനും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് നിരക്കാത്തതാണ്. കേരളത്തിന്റെ താല്പര്യങ്ങൾ മാത്രമല്ല, ദേശീയ താല്പര്യങ്ങൾക്ക് പോലും യോജിക്കാത്ത ഈ നിലപാടിനോട് ശക്തമായ വിയോജിപ്പ് കേരളം രേഖപ്പെടുത്തുന്നു. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് തമിഴ്നാട് സർക്കാരുമായി ഒരു കൂടിയാലോചനയ്ക്കുള്ള സാധ്യതകൾ, അഭിപ്രായ സമന്വയത്തോടെ ഇക്കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്നത് സംബന്ധിച്ചുള്ള പരിശ്രമങ്ങൾ കേരളം വീണ്ടും നടത്തണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭാവിയിലേക്കും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവും എന്നുകൂടി ഞങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. വിശദമായി സർക്കാർ ഇക്കാര്യങ്ങൾ പരിശോധിക്കും. ഇന്ന് പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഇങ്ങനൊരു പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഡിപ്പാർട്ട്മെന്റ് ലെവലിലാണ് ഇറിഗേഷൻ സ്പെഷ്യൽ സെക്രട്ടറി സുഹാസ്, അതുപോലെ തന്നെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട മുല്ലപ്പെരിയാർ വിഷയങ്ങളിൽ ഇക്കാര്യങ്ങൾ നിരന്തരമായി അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന അലക്സ് വർഗീസ് IAS, അങ്ങനെ ഇവർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ലെവലിലാണ് വിലയിരുത്തൽ നടത്തിയത്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. എങ്കിലും തുടർന്ന് സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർന്ന് ഏതെല്ലാം വിധത്തിലാണ് കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ല, കേരളത്തിന്റെ വിയോജിപ്പ് നമ്മളിപ്പോൾ രേഖപ്പെടുത്തും. മാധ്യമങ്ങൾ നിങ്ങളെല്ലാവരും പ്രതികരണം ചോദിച്ചു. അതിന്റെ ഭാഗമായി സർക്കാർ തലത്തിൽ കൂടി ആലോചിച്ചുകൊണ്ട് കേരളത്തിന്റെ വിയോജിപ്പ് ഞങ്ങളിപ്പോൾ ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇത് ഔദ്യോഗികമായി തമിഴ്നാട് സർക്കാരിനെ അറിയിക്കുന്നതായിരിക്കും. ഒഫീഷ്യലി തമിഴ്നാടിന് നമ്മുടെ കേരളത്തിന്റെ വിയോജിപ്പ് അറിയിക്കും.
അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഇൻഡിപെൻഡൻറ്റ് എക്സ്പെർട്ട് പാനൽ, അതിൽ കേരളത്തിൻ്റെ പ്രതിനിധിയെ കേരളത്തോട് ആലോചിക്കാതെ നേരത്തെ വെച്ച ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ വിയോജിപ്പ് നേരത്തെ കേന്ദ്ര ജല കമ്മീഷനെ നമ്മൾ അറിയിച്ചിരുന്നു. അവരത് പരിഗണിക്കുകയും പകരം കേരളത്തിൻ്റെ പ്രതിനിധിയുടെ പേര് നിർദ്ദേശിക്കാനുള്ള അവസരം നമുക്ക് നൽകുകയും ചെയ്തിരുന്നു. അത് പ്രകാരം നിർദ്ദേശിച്ച പേര് ഇപ്പോൾ സെൻട്രൽ കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ട്. അത് സ്പെഷ്യൽ സെക്രട്ടറി എന്ന നിലയിൽ, ചീഫ് എഞ്ചിനീയർ എന്ന നിലയിലുമൊക്കെ ഒഡീസ സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന അശുതോഷ് ദാസ് എന്ന എക്സ്പെർട്ട് വ്യക്തിയെയാണ് നമ്മൾ ഈ പാനലിലേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നേരത്തെ അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട്. അതെല്ലാം വെച്ച് ദേശീയ തലത്തിൽ പ്രാധാന്യത്തോടുകൂടി വിഷയങ്ങൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിലാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുമായി ആലോചിച്ചുകൊണ്ട് വകുപ്പ് തലത്തിലും ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് കേന്ദ്രം അംഗീകരിച്ചു.